മറ്റാരുണ്ട് LDF അല്ലാതെ? നമുക്ക് തിരുവനന്തപുരത്തോട് പോകണം. അവിടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ബിനേഷ് ചേരുന്നുണ്ട്. ബിനേഷ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ല LDFിനോട് ബ്ലാങ്ക് ചെക്കാണ് എന്ന് പറഞ്ഞാൽ 14-ൽ 13 കൊടുത്തുകൊണ്ട് പൂർണ്ണമായ പിന്തുണ 90 മെമ്പർ സ്ക്വാഡിൽ കൊടുത്താണ്. ഇക്കുറി അത് തന്നെ ആവർത്തിക്കുമെന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയല്ല അതിൽ വലിയ മാറ്റം ഉണ്ടാകുന്ന UDF പ്രതീക്ഷിക്കുന്നു. എന്താണ് സെൻട്രൽ മധ്യനഗരത്തിന്റെ കാഴ്ച? എങ്ങനെയാണ്? കൊട്ടിക്കലാശം എവിടെയാണ് ബിനേഷ്? നിങ്ങളൊന്ന് കൊട്ടിക്കലാശത്തിന്റെ ഊർജ്ജത്തിൽ നിന്നുള്ളൂ അല്ലേ? ഓക്കെ, റെഡി. SKN ഹാഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ടയിലാണ്. ഇവിടെയാണ് ഈ തിരുവനന്തപുരം സെൻട്രലിൻ്റെ കലാശക്കൊട്ട് നടക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു അലയൊലികൾ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് ആദ്യം UDFിൻ്റെ യാത്രകളാണ് വരിക. നമുക്കറിയാം UDFിന് കഴിഞ്ഞ തവണ UDFിന് കപ്പിനും ചുണ്ടിനുമിടയിൽ നിന്ന് ഈ മണ്ഡലം കൈവിട്ടു പോയതാണ്. ഇത്തവണ CP ജോൺ, CMPയിലെ CP ജോണാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തിയത്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം സെൻട്രൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രചാരണമെല്ലാം തന്നെ ബഹുദൂരം മുന്നിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷമാണ് സുധീർ കരമന എത്തുന്നത്. സുധീർ കരമന എത്താൻ തന്നെ കാരണം നമുക്കറിയാം, ആന്റണി രാജു വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത വരുന്നു. കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു ഉത്തരവുണ്ടാവുന്നു എന്നുള്ളത് അതിനുവേണ്ടി വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് സുധീർ കരമനയിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ BJPയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റായ കരമന ജയനാണ് ഇവിടെ NDA സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ശക്തമായ ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. എങ്കിൽ പോലും UDFിന് നേരിയ മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും നമുക്ക് ആദ്യം ഇവിടുന്ന് സ്റ്റാച്യൂവിൽ നിന്ന് UDFിന്റെ യാത്ര ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഇവിടെ വെച്ച് കലാശക്കൂട്ടം അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ഒരു ആൾക്കൂട്ടമോ ഒന്നും ഉണ്ടാവില്ല. ഇതിലിങ്ങനെ കടന്നു പോകും. 6 മണിക്ക് എവിടെ തീരുന്നുവോ അവിടം വരെ പോകും എന്ന് തന്നെയാണ് UDF പറയുന്നത്. അതിനുശേഷം BJPയുടെ 4 സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്. അതിവിടെ ഈ പഴവങ്ങാടി ക്ഷേത്ര പരിസരത്തായിരിക്കും അവസാനിക്കുക. LDFിൻ്റെ അതുപോലെ തന്നെ പൂന്തുറയിലാണ്. തിരുവനന്തപുരം സെൻട്രലിൽ ഇത് പൂന്തുറ പോലീസ് സ്റ്റേഷന് സമീപമാണ് ഉണ്ടാവുക. നമുക്കറിയാം, വാശിയേറിയ പോരാട്ടങ്ങളാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് പ്രചാരണത്തിന് ബാക്കിയുള്ളത്, പരസ്യ പ്രചാരണത്തിന് ബാക്കിയുള്ളത്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക്, ഏറ്റവും അവസാന ലാപ്പിലേക്ക് വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും മുന്നണികളും എല്ലാം തന്നെ വളരെ ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് ആര് വാഴും ആര് വീഴും എന്നറിയാൻ നമുക്കിനി കാത്തിരിക്കാൻ 1 മാസം കാത്തിരിക്കേണ്ടി വരും. എങ്കിൽ പോലും വലിയ പ്രതീക്ഷകൾ തന്നെയാണ് മുന്നണികൾ വെക്കുന്നത്. സുധീർ കരമനയാണെങ്കിലും CP ജോൺ ആണെങ്കിലും കരമന ജയനാണെങ്കിലും എല്ലാം തന്നെ. കാരണം BJPക്ക് കഴിഞ്ഞ കോർപ്പറേഷൻ ലഭിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. അതേസമയം UDFിനെ സംബന്ധിച്ചിടത്തോളം UDFിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ VS ശിവകുമാർ ഉൾപ്പെടെ 2 ടേമിൽ ജയിച്ചത് നമ്മൾ കണ്ടതാണ് ഈ മണ്ഡലത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ CP ജോൺ ജനസമ്മതനായതുകൊണ്ട് തന്നെ വലിയ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് UDF പറയുന്നത്. അതേസമയം സുധീർ കരമന മികച്ച സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് LDF വിലയിരുത്തുന്നുണ്ട്. കാരണം ഇടതുപക്ഷവുമായി വലിയ ബന്ധമുള്ള ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് അദ്ദേഹം. ഇങ്ങനെ പരസ്പരം എല്ലാവരും തന്നെ അവകാശവാദങ്ങളുമായി മുന്നോട്ട് പോവുകയും വലിയ താരപ്രചാരണങ്ങൾ തന്നെ നടക്കുകയും ചെയ്തതിന് പിന്നാലെ അതിന്റെ കലാശക്കൊട്ട് ഉയരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. SKN ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.